അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു തുള്ളി വെളിച്ചം പ്രേക്ഷകരെ, പ്രാർത്ഥനയുടെ ആദാബുകളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി 8 അദബുകൾ നാം പറഞ്ഞു കഴിഞ്ഞു. 9ാമത്തെ അതിൻ്റെ മര്യാദ പഠിപ്പിക്കുന്നത്, നിങ്ങളെപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഹംദും സലാത്തും കൊണ്ട് തുടങ്ങണം. അത് ആ പ്രാർത്ഥനയുടെ ആദാബിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ആ പ്രാർത്ഥന, ഏതൊരു പ്രാർത്ഥനയും അവസാനിപ്പിക്കുന്നതും ഹംദും സലാത്തും കൊണ്ട് ആയിരിക്കണം എന്നാണ് 9ാമത്തെ അദബായിക്കൊണ്ട് പ്രാർത്ഥനയിൽ നമ്മെ പഠിപ്പിക്കുന്നത്. 10ാമതായിക്കൊണ്ട് പ്രാർത്ഥനയുടെ അദബിൽ നമ്മെ പഠിപ്പിക്കുന്നത്, അതിൽ അത്യാവശ്യം വേണ്ട ഒന്നാണ് തൗബ, പശ്ചാത്താപം. എപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോഴും പശ്ചാത്താപ പരശനായിക്കൊണ്ടായിരിക്കണം അള്ളാഹുവിനോട് നാം ദുആ ചെയ്യേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളെപ്പോഴും ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട് ദുആ ചെയ്യരുത്. അതുപോലെ ദുആക്ക് ആമീൻ പറയരുത്. എപ്പോൾ ദുആ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്ന ഒരു ചിന്ത നമുക്ക് വേണം. ഇതിനൊക്കെ അള്ളാഹു മറുപടി നൽകും, നമുക്കതിൻ്റെ മറുപടി കിട്ടും എന്ന ഒരു കാര്യം നാം എപ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിരിക്കുന്നത്. ഇനി നാം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ 10 അദബുകൾ നാം ഇവിടെ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഒന്നുകൂടി അത് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റൊന്നിനേക്കാളും അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ആ പ്രാർത്ഥന, അതിൻ്റെ അദബോട് കൂടി ചെയ്യുമ്പോൾ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ടാവുകയുള്ളൂ. ഒന്നാമത് നാം സമയം നോക്കണം, രണ്ടാമത് സന്ദർഭം നോക്കണം, മൂന്നാമത് ഖിബലക്ക് നേരെ ഇരിക്കണം, നാലാമത് ശബ്ദം അടക്കി ഒതുക്കിക്കൊണ്ട് വേണം അള്ളാഹുവിനോട് ചോദിക്കുവാൻ, അഞ്ചാമതായി കൊണ്ട് ഇരു കൈയും മേലോട്ട് ഉയർത്തിക്കൊണ്ടായിരിക്കണം, ആറാമതായി നല്ല ഭയഭക്തിയോടുകൂടെ ആയിരിക്കണം ചെയ്യേണ്ടത്, ഏഴാമതായി പ്രാസം കലർന്നുകൊണ്ട് ഉള്ള പ്രാർത്ഥന, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നു, അപ്രകാരം നാം ചെയ്യണം. എട്ടാമതായി കൊണ്ട് ആവർത്തനമാണ്, ഇപ്പോഴും ഒരു പ്രാർത്ഥന തന്നെ ആവർത്തിച്ച് അള്ളാഹുവിനോട് ചോദിക്കുക. 9ാമതായി കൊണ്ട് എണ്ണുന്നത് ഹംദും സലാത്തും കൊണ്ടും തുടങ്ങുകയും ഹംദും സലാത്തും കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക. 10ാമതായി നാം ശ്രദ്ധിക്കേണ്ടത് പശ്ചാത്താപം നമ്മുടെ ആ പ്രാർത്ഥനയിൽ നാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇനി നാം പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം ലഭിച്ചു എന്നതിന് തെളിവ് ആ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കുണ്ടാവും. ആ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് തുമ്മിയാൽ അതിന് ഉത്തരം അള്ളാഹു ചെയ്തു എന്നതിൻ്റെ തെളിവാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ശരീരം പെട്ടെന്നൊരു രോമാഞ്ചമുണ്ടാവുക, പെട്ടെന്നൊരു ഭയവും ഞെടുക്കവും വരിക. അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ പ്രാർത്ഥന അള്ളാഹു കേട്ടിട്ടുണ്ട്, അതിന് ഇജാബത്ത് ഉണ്ട് എന്ന്. മൂന്നാമതായി കൊണ്ട് എണ്ണുന്നത്, നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിലൊരു ഉന്മേഷം വരും. പിന്നെ വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെ നമുക്ക് തോന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത്. അങ്ങനെ നമുക്ക് തോന്നിയാൽ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നാം
പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം. നാം ചോദിക്കാതെ ഒരിക്കലും ഒരു കാര്യവും നമുക്ക് എവിടെ നിന്നും കിട്ടുകയില്ല. അള്ളാഹുവിനോട് തന്നെ നാം ചോദിക്കണം. നമ്മുടെ പല സഹോദരന്മാരും നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥന നമുക്ക് ഇജാബത്തുണ്ടെന്ന് പഠിപ്പിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്നിട്ട് പോലും മഹാനായ മുഹമ്മദ് കുഞ്ഞി മൗലവി തഴവ ഉസ്താദ് നമ്മെ പഠിപ്പിച്ച 2 വരികൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 2-ാം സലാം വീട്ടിക്കഴിഞ്ഞാലിന്ന് പതിവുള്ളതായെന്തോ ചിലർ മണ്ടുന്ന്, ചോദിക്കുവാനവർക്കില്ല റബ്ബോടൊന്നും, എന്നുള്ള മട്ടാ പോക്കു കണ്ടാലെന്നും. എത്ര തിരക്കുണ്ടെങ്കിലും ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലാഹുവിനോട് റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതും വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥനയെങ്കിലും ചെയ്യാതെ നാം എഴുന്നേറ്റ് പോവരുത് എന്ന് എൻ്റെ ശരീരത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇനി നമുക്ക് മറ്റു പല വിഷയങ്ങളിലും നമുക്കൊരുപാട് മര്യാദകൾ പാലിക്കുവാനുണ്ട്. കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.